സാർ, ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായതിന്റെ ഒരു കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട്? കാരണം നമുക്ക് വ്യക്തമല്ല. ആക്ച്വലി നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഇലക്ട്രിക് സ്പാർക്ക് ആണ് നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ടാസ്ക് ആയിട്ട് വന്നത്. കാരണം നമുക്ക് അകത്തേക്കുള്ള എൻട്രി ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ ട്രാൻസ്ഫോമർ പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള സ്പാർക്ക് നമുക്ക് അകത്തേക്ക് കയറുന്നതിന് തടസ്സമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റോളം നമുക്ക് അങ്ങനെ ഒരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടായ ശേഷം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുമായിരുന്നു? തീർച്ചയായും ഒരു 12 സിലിണ്ടർ, അത് സ്ക്രാപ്പുകളാണെല്ലാം. അത് പൂർണ്ണമായിട്ടും 12ഓളം സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇനിയും സിലിണ്ടേഴ്സ് ഉണ്ട് അകത്ത്, സ്ക്രാപ്പ് സിലിണ്ടറാണ്. വലിയ ഇപ്പം അപകട അവസ്ഥയൊന്നുമില്ല. എല്ലാം ഇപ്പം സിലിണ്ടറുകളകത്തുണ്ടെങ്കിലും അപകട സാഹചര്യം ഇല്ലല്ലോ അല്ലേ? ഇല്ല, പൂർണ്ണമായിട്ടും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. നാട്ടുകാരാണോ വിവരം അറിയിക്കുന്നത് ആദ്യം? ഒരു 2:10 നമുക്ക് സ്റ്റേഷനിൽ കോൾ വരുന്നത്. 2 മണിയോടുകൂടെ ഫയർ ഉണ്ടായിട്ടുണ്ട്. 2:10 വിവരം അറിയിച്ചു. ആദ്യം ഫയർഫോഴ്സ് യൂണിറ്റ് ഒരു യൂണിറ്റാണ് ഗാന്ധിയാർ യൂണിറ്റ് വന്നു. അതിന് ക്ലബ് റോഡ് അങ്ങനെ തൊട്ടടുത്തുള്ള 10ഓളം യൂണിറ്റ് വന്നിട്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്തത്. വാഹനങ്ങൾ പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹചര്യം ഉണ്ടോ? നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് തൊട്ട് ബാക്കിലൊരു വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പിൽ തന്നെ ഒരു 6-7 ബൈക്കുകൾ 2 വീലേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വന്നുകൊണ്ട് നമ്മൾ ഇവ മാറ്റിയിട്ടുണ്ട്. അതെല്ലാം സേഫായിട്ട് മാറ്റിയിട്ടുണ്ട്. തൊട്ട് വീട്ടിലെ ആൾക്കാരെയും നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റി. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റീസോ മറ്റ് അപകട അവസ്ഥകളൊന്നുമില്ല. 6 തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത് അവരുടെ സാഹചര്യം എന്താണ് സാർ? തൊഴിലാളികളെല്ലാം സേഫായിട്ട് നമ്മൾ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ രാത്രി ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ഉറക്കത്തിലായിരുന്നു. അപ്പം അതിനുശേഷമാണ് നമ്മൾ കോൾ വന്നപ്പോൾ നമ്മൾ അപ്പോഴേ തന്നെ ഇവിടെ ആളെ വിട്ട് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നടപടിയെല്ലാം എടുത്തിട്ടുണ്ട്. അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല, തിരക്കിൽ അറിയുള്ളൂ. അതെ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം എല്ലാം നിയന്ത്രണ വിധേയം ഒന്നുമില്ല. പൂർണ്ണമായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അവിടെയും കാഷ്വാലിറ്റി ഒന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവർക്ക്.